വള്ളുവനാടിന്റെ തനത് പൂതനും തിറയും എൻ.ടി. രഘുനാഥിന് പുതിയ ദൃശ്യകാവ്യമാകുന്നു. രചനയും ഛായാഗ്രഹണവും തുടങ്ങി സംഗീത സംവിധാനം വരെ സ്വന്തമായി ചെയ്താണ് ഈ ഡോക്യുമെന്ററി ഒരുക്കിയിരിക്കുന്നത്. വടക്കേ മലബാറിലെ ഹൈന്ദവ ഭവനങ്ങളിൽ ഉത്സവകാലങ്ങളിൽ എത്തുന്ന പൂതനും തിറയും ദൈവത്തിന്റെ പ്രതിരൂപമായാണ് ഗ്രാമവാസികൾ കാണുന്നത്. ഐതിഹ്യങ്ങളും അനുഷ്ഠാനങ്ങളും അവതരണങ്ങളും ഒട്ടും തനിമ ചേരാതെയാണ് രഘുനാഥ് ഡോക്യുമെന്ററിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കാലഗതിയിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഷ്ഠാന കലയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് 22 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി. കുട്ടിക്കാലത്ത് കണ്ടുപരിചയിച്ചെന്നാൽ ഈ കലാരൂപത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചിത്രീകരിക്കാനും രഘുനാഥിന് കഴിഞ്ഞിട്ടുണ്ട്. പാടത്തോട് നടന്നു പോകുന്ന പോകാൻ, അല്ലെങ്കിൽ തോട്ടുവരമ്പത്തൂടെ, അല്ലെങ്കിൽ നാട്ടുവഴി ഇടവഴികളിലൂടെ, ഇതൊക്കെ ഇത്തരത്തിലുള്ള ചില ചിത്രങ്ങളൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മുടെ മനസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ദൃശ്യങ്ങൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്. കാരണം അതിനുവേണ്ടി നമ്മൾ മനസ്സിൽ തോന്നി, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലുള്ള ആ ചിത്രങ്ങളുള്ള അതേ ലൊക്കേഷനിൽ പോയി നിന്ന് കാത്തുനിന്ന് ഈ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് ദൃശ്യങ്ങൾ എടുക്കാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ദൃശ്യ പാറ്റേൺ. കൂടുതലും എൻ്റെ ഓർമ്മയിൽ തങ്ങിയിട്ട് നിന്നിട്ടുള്ള ചിത്രങ്ങളും താളങ്ങളും ഒക്കെ തന്നെയാണ് ഞാൻ ഈ ചിത്രത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ബിരുദധാരിയായ രഘുനാഥ് ഡോക്യുമെന്ററിയുടെ എഡിറ്റിംഗ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാണ് നിർവഹിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന 2ാമത് ദേശീയ ഹ്രസ്വ ചലച്ചിത്രമേളയിലേക്ക് ഇത് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മച്ചാട് കുതിരകളെക്കുറിച്ച് രഘുനാഥ് ഒറ്റയ്ക്കൊരുക്കിയ പൊയ്ക്കുതിരകളുടെ പടയോട്ടം മുംബൈ നാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. തൃക്കാക്കര ഭാരതമാതാ കോളേജിലെ മീഡിയ അധ്യാപകനായ രഘുനാഥിന് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവാണ് ഈ ഡോക്യുമെന്ററി. കൊച്ചി. കോട്ടയം പൂതരണിയിൽ